രാജ്യത്തെ ഉദാരവൽക്കരണത്തിന്റെ ഉപജ്ഞാതാവായി വിശേഷിപ്പിക്കപ്പെടുന്ന പ്രമുഖ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ സംഭാവനകൾ ചരിത്രത്തിൽ എന്നും സുവർണലിപികളിൽ ഉണ്ടാകും. ആഗോള എണ്ണവില കുതിച്ചുയരുകയും അന്താരാഷ്ട്ര നാണയനിധിയിൽ നിന്ന് വായ്പയ്ക്കായി കരുതൽ സ്വർണം പോലും പണയം വയ്ക്കാൻ നിർബന്ധിതനായപ്പോൾ അമ്പരപ്പിച്ച തീരുമാനവുമായി അന്നത്തെ ധനമന്ത്രിയായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗ് രംഗത്തെത്തുകയായിരുന്നു. റിപ്പോർട്ട്. വ്യവസായ മേഖലയെ ഉണർത്തുന്ന നിരവധി തീരുമാനങ്ങളായിരുന്നു ഇതിൽ പ്രധാനം. കയറ്റുമതി സബ്സിഡി നിർത്തിവയ്ക്കുകയും കമ്പനികളോട് ലൈസൻസ് ഇല്ലാതെ തന്നെ ഉൽപാദനം നടത്താൻ ആവശ്യപ്പെട്ടതോടുകൂടി രാജ്യത്തിന്റെ സാമ്പത്തിക മേഖല ഉണർന്നു. തന്റെ കന്നി ബജറ്റിൽ ലോകം മുഴുവനും ഈ നയം ഉച്ചത്തിലും വ്യക്തമായും കേൾക്കട്ടെ എന്നായിരുന്നു മൻമോഹൻ സിംഗിന്റെ പ്രഖ്യാപനം. ഇന്ത്യ ഇപ്പോൾ ഉണർന്നിരിക്കുന്നു, നമ്മൾ ജയിക്കും, നമ്മൾ മറികടക്കും എന്ന ആത്മവിശ്വാസത്തോടെ ഇന്ത്യയെ കൈപിടിച്ച് നടത്താൻ ഡോക്ടർ സിംഗിന് കഴിഞ്ഞു. ഇറക്കുമതി ചുങ്കം കുറച്ചും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്വകാര്യവൽക്കരണം അടക്കം സാമ്പത്തിക പരിഷ്കരണങ്ങളുമായി അദ്ദേഹം സധൈര്യം മുന്നോട്ട് നീങ്ങി. 1992-93 കാലഘട്ടങ്ങളിൽ ഇന്ത്യയുടെ GDP വളർച്ചാ നിരക്ക് 5.1%-ലേക്കും 1993-94 കാലഘട്ടങ്ങളിൽ 7.3%-ലേക്കും ഉയർന്നു. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി, ഭക്ഷ്യസുരക്ഷാ പദ്ധതി, വിവരാവകാശ നിയമം തുടങ്ങി ഒട്ടേറെ ക്ഷേമ പദ്ധതികൾ മൻമോഹൻ സിംഗ് മന്ത്രിസഭ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയതാണ്. രാജ്യത്തിന്റെ തലവര തന്നെ മാറ്റിയ നിരവധി നിലപാടുകൾ ബാക്കിവെച്ചാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് വിടവാങ്ങുന്നത്. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.